ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ആണ്ടുവട്ടത്തിലെ 20-ാം ഞായർ. ദൈവത്തിൻ്റെ അതിരുകളില്ലാത്ത സ്നേഹത്തിൻ്റെയും മനുഷ്യൻ്റെ പതറാത്ത പ്രാർത്ഥനയുടെയും മനുഷ്യർ തമ്മിലുള്ള തീവ്രമായ സ്നേഹത്തിൻ്റെയും പ്രിയപ്പെട്ടവരെ പാഠങ്ങളാണ് ഇന്നത്തെ വായനകൾ നമ്മളെ പഠിപ്പിക്കുക. എല്ലാവരും രക്ഷ പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവം, ആ ദൈവം യഹൂദർക്ക് വേണ്ടി മാത്രമല്ല, വിജാതിയർക്കും ലോക ജനതയ്ക്ക് മുഴുവനും ഉള്ള പ്രാർത്ഥനാലയം എന്ന് ദേവാലയം അറിയപ്പെടുമെന്ന് പറയുക. നീതി പ്രവർത്തിക്കുന്നവർ, ദൈവേഷ്ടം നിറവേറ്റുന്നവർ, പ്രിയപ്പെട്ടവരെ, അവർ വിജാതീയരാണോ യഹൂദരാണോ എന്ന് നോക്കാതെ ഏവർക്കും രക്ഷ പകരുന്ന ആ ദൈവത്തിൻ്റെ അളവില്ലാത്ത അതിരുകളില്ലാത്ത സ്നേഹം, അതുതന്നെയാണ് ഇന്നത്തെ സുവിശേഷം അവതരിപ്പിക്കുക. വിജാതിയുടെ നാട്ടിലേക്ക് പോയി വിജാതിയായ സ്ത്രീക്കും യഹൂദർക്ക് അവകാശപ്പെട്ട ആ രക്ഷ പകർന്നു കൊടുക്കുവാൻ തയ്യാറാകുന്ന ഈശോയാണ് പ്രിയപ്പെട്ടവരെ നാം ഇന്നത്തെ സുവിശേഷത്തിൽ കാണുക. കർത്താവ് നോക്കിയത് അവൾ യഹൂദയാണോ വിജാതിയാണോ എന്നല്ല, അവളുടെ വിശ്വാസം. നിൻ്റെ വിശ്വാസം വലുതാണ് എന്ന് പറഞ്ഞാണ് അവളുടെ ആ ആഗ്രഹം കർത്താവ് സാധിച്ചു കൊടുക്കുക. അവളുടെ മകളെ പ്രിയപ്പെട്ടവരെ സുഖപ്പെടുത്തുക. പലപ്പോഴും ഉണ്ടല്ലോ, നമ്മൾ പറയും രക്ഷ ഞങ്ങൾക്കേയുള്ളൂ, ദൈവം ഞങ്ങളുടേത് മാത്രമാണ്, ഈശോ ഞങ്ങൾക്ക് മാത്രമാണ്, അനുഗ്രഹം ഞങ്ങൾക്ക് മാത്രമാണ്. ആ ഇടുങ്ങിയ ചിന്താഗതിയെ അത് മാറ്റി അതിരുകളില്ലാത്ത ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ പുലർത്തുവാനായിട്ട് നാം ശ്രദ്ധിക്കണമെന്ന് ഇന്നത്തെ ഒന്നാമത്തെ വായനയും സുവിശേഷവും നമ്മളെ പഠിപ്പിക്കുക. നമ്മൾ ഇന്നത്തെ സുവിശേഷത്തിലേക്ക് നോക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, കർത്താവ് രൂപത്തിൽ ആ കനാന്യ സ്ത്രീയുടെ വിശ്വാസത്തെ ദൃഢപ്പെടുത്തുവാനും അതേപോലെ തന്നെ ശിഷ്യന്മാരുടെ തെറ്റിദ്ധാരണകളെ തിരുത്തുവാനും ശ്രദ്ധ വയ്ക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നത് നമ്മൾ കാണുക. കനാന്യ സ്ത്രീ കർത്താവിൻ്റെ അടുത്തേക്ക് ഓടി വന്ന്, ആ വിജാതീയ സ്ത്രീ കർത്താവിൻ്റെക്ക് ഓടി വന്ന്, കർത്താവെ എൻ്റെ മകളെ സുഖപ്പെടുത്തണമേ എന്ന് യാചിക്കുമ്പോൾ ആദ്യം കർത്താവ് മറുപടി ഒന്നും പറയുന്നില്ല. അവളെ അവഗണിക്കുന്ന പോലെയാണ് അവിടെ കർത്താവ് പെരുമാറുന്നത്. ഇപ്പോൾ ശിഷ്യന്മാർ എന്ത് ചെയ്തു? ശിഷ്യന്മാർ ഇടപെട്ട് പറഞ്ഞു, കർത്താവേ, അവൾ നമ്മുടെ പുറകിനിങ്ങനെ നമ്മളെ ഇങ്ങനെ വിഷമിപ്പിച്ച് നമ്മുടെ പുറകെ വീഴും, അവളെ ഒന്ന് പറഞ്ഞു വിടും. കർത്താവ് പ്രിയപ്പെട്ടവരെ അവിടെ പറയുന്നൊരു കാര്യം എന്താ അറിയാവോ? ഞാൻ വന്നത് യഹൂദർക്ക് വേണ്ടി മാത്രമാണ്. അപ്പോൾ ഒരു രൂപത്തിൽ യഹൂദരുടെ ആ ചിന്താഗതിയാണ്. എന്നാൽ അതിനെ ഒരു രൂപത്തിൽ തിരുത്തുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് കർത്താവ് ചെയ്യുന്ന കാര്യം. ആ സമയത്ത് കനാന്യ സ്ത്രീ ഓടുവെന്ന് കർത്താവിൻ്റെ അടുത്ത്, കർത്താവേ എൻ്റെ മകളെ രക്ഷിക്കണമേ എന്ന് പറയുമ്പോൾ കർത്താവ് പറയുന്ന ഉത്തരവുണ്ടല്ലോ, ഒരു രൂപത്തിൽ ആരെയും ചൊടിപ്പിക്കുന്ന ഉത്തരവാണ്. യഹൂദർ വിജാതിയരെ പട്ടികൾ എന്നുള്ള രീതിയിലാണ് കണ്ടിരുന്നത്. ഇപ്പം പറയുകയാണ്, മക്കൾക്കുള്ള ഭക്ഷണം പട്ടികൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് ഉചിതമല്ല എന്ന് പറയുക. ഒരു രൂപത്തിൽ അവിടെയും മക്കൾ പോലും ഭക്ഷണം കഴിക്കുന്നില്ലല്ലോ എന്നുള്ളൊരു ചിന്തയുണ്ട്. ഈശോ സുവിശേഷവുമായി കടന്നു വന്നിട്ട് അത് സ്വീകരിക്കാത്ത മക്കളെന്ന് കരുതപ്പെടുന്ന യഹൂദർ, അവർ കർത്താവിൻ്റെ നേരെ ഹൃദയം തുറക്കുന്നില്ല. നേരെ മറിച്ച് ഈ വിജാതീയ സ്ത്രീയോ കർത്താവിൻ്റെ നേരെ തന്നെ ഹൃദയം തുറക്കുക തൻ്റെ വിശ്വാസത്തിലൂടെ. രൂപത്തിൽ എന്നെ നീ പട്ടിയെന്ന് വിളിച്ചോ എന്ന് പറഞ്ഞ് കോപിക്കുന്നില്ല, എനിക്ക് നിൻ്റെ അനുഗ്രഹമൊന്നും വേണ്ടെന്ന് പറഞ്ഞ് പോകുന്നില്ല. പ്രിയപ്പെട്ടവരെ, ആ കർത്താവ് പറഞ്ഞ വാക്കിൻ്റെ വെളിച്ചത്തിൽ എളിമപ്പെട്ടുകൊണ്ടവൾ പറയാണ്, അങ്ങയുടെ മേശയിൽ നിന്ന് പൊഴിയുന്ന അപ്പക്കഷ്ണം മതി എനിക്ക്. അപ്പം ആ രീതിയിൽ ഉള്ള വലിയ വിശ്വാസം കണ്ടിട്ടാണ്
സ്ത്രീയെ നിൻ്റെ വിശ്വാസം വലുതാണ് എന്ന് പറഞ്ഞ് പ്രിയപ്പെട്ടവരെ കർത്താവ് അവളുടെ മകളെ സുഖപ്പെടുത്തുന്നത്. ഒരു വിധത്തിൽ അവളുടെ വിശ്വാസത്തെ പരീക്ഷിക്കുക. കർത്താവ് മൗനം പാലിക്കുമ്പോഴും, കർത്താവ് വിജാതിർക്ക് വേണ്ടി അല്ല യഹൂദർക്ക് വേണ്ടി മാത്രമാണെന്ന് പറയുമ്പോഴും, കർത്താവ് മക്കൾക്കുള്ളത് പട്ടികൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് ഉചിതമല്ല എന്ന് പറയുമ്പോഴും അതിനെ നിരാകരണമായല്ല കണ്ടത്. അതിലും പ്രിയപ്പെട്ടവരെ, അതിലൂടെയും എങ്ങനെ കർത്താവിൻ്റെ അനുഗ്രഹം നേടാൻ തക്കവണ്ണം പ്രത്യത്തിരിക്കാം എന്ന് ഒരു വിധത്തിൽ അവൾ വെളിപ്പെടുത്തുക. നമ്മൾ ചിലപ്പോഴുണ്ടല്ലോ പരസ്പരമുള്ള ബന്ധങ്ങളിൽ, സംഭാഷണങ്ങളിൽ ചിലപ്പോൾ ഒരു വാക്കിങ്ങനെ കേട്ടാൽ മതി, ഉടനെ അരിശപ്പെട്ട് മറ്റുള്ളവർക്ക് എതിരെ കംപ്ലൈൻറ്റും പറഞ്ഞ് അവനെന്നെ പട്ടിയെന്ന് വിളിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഓടിപ്പോകുന്ന അവസ്ഥയുണ്ട്. അങ്ങനെയല്ല ഇത്. കർത്താവിൻ്റെ നേരെ ഒരു തുറന്ന ഹൃദയമാണ്. കർത്താവ് പോലും നമ്മോട് ഇങ്ങനെ പെരുമാറിയാലും ഞാൻ കർത്താവിൽ വിശ്വസിക്കും എന്നുള്ള ഉറച്ച ബോധ്യത്തോടെ പതറാത്ത വിശ്വാസം പ്രിയപ്പെട്ടവരെ അവൾ വെളിപ്പെടുത്തി അതിൻ്റെ ഫലം അവൾ അനുഭവിക്കുകയും ചെയ്തു. നമ്മൾ അപ്പം ആ പതറാത്ത വിശ്വാസം, അതേപോലെ പ്രിയപ്പെട്ടവരെ തൻ്റെ മകൾക്ക് വേണ്ടി അവൾ യാചന നടത്തുന്ന മധ്യസ്ഥ പ്രാർത്ഥനയുടെ ശക്തി അവിടെ വെളിപ്പെടുക. എൻ്റെ മകൾക്ക് വേണ്ടി എത്ര എളിമപ്പെടാൻ പോലും ഞാൻ തയ്യാറാണ്, എത്ര ദൂരെ പോകാനും ഞാൻ തയ്യാറാണ്, ഏത് യഹൂദിൻ്റെ മുമ്പിലും കുമ്പിടാൻ ഞാൻ തയ്യാറാണ്. അത് യഹൂദിനല്ല, ദൈവപുത്രനാ, ദാവീദിൻ്റെ പുത്രാ എന്നിൽ കനിയമേ. ആ രൂപത്തിൽ യഹൂദരുടെ വിശ്വാസം യഹൂദരെക്കാളും ഗംഭീരമായ രീതിയിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് ഈശോയുള്ള വിശ്വാസം വെളിപ്പെടുത്തുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ അവളുടെ ആ പ്രാർത്ഥന സഫലമാവുക. ആ ഒരു സ്നേഹം, തീവ്രമായൊരു സ്നേഹം, ആ കനാന്യ സ്ത്രീക്ക് തൻ്റെ മകളോടുള്ള വലിയ സ്നേഹം, അതിലൂടെ അവളെ സുഖപ്പെടുത്തും. നമ്മൾ രണ്ടാമത്തെ വായനയിലേക്ക് നോക്കുമ്പോഴോ ഇവിടെ പ്രിയപ്പെട്ടവരെ പൗലോസ് അപ്പോസ്തലൻ എന്താ പറയുന്നത്? പ്രിയപ്പെട്ടവരെ, എൻ്റെ ജനം അനുസരണക്കേട് കാണിച്ചപ്പോഴാണ് നിങ്ങൾക്ക് കൃപ ലഭിക്കുന്നത്. നിങ്ങൾക്ക് കൃപ ലഭിച്ചപ്പോൾ പ്രിയപ്പെട്ടവരെ അത് യഹൂദരെയും രക്ഷ സ്വീകരിക്കുവാൻ യോഗ്യരാക്കണം. പുരുവത്തിൽ തൻ്റെ ജനത്തോടുള്ള തീവ്രമായ പൗലോസ് അപ്പോസ്തലൻ്റെ ആ തീവ്രമായ സ്നേഹമാണ് രണ്ടാമത്തെ വായന വെളിപ്പെടുത്തുക. അവർ രക്ഷ പ്രാപിക്കണം. അതാണ് എൻ്റെ തീവ്രമായ അഭിലാഷം എന്ന് അദ്ദേഹം പറയുക. വിജാതിയർക്കും രക്ഷയുണ്ട് എന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് വിജാതിയുടെ അപ്പോസ്തലനായി അറിയപ്പെട്ട പൗലോസ് അപ്പോസ്തലനാണ്. വിജാതിയർക്കും രക്ഷയുണ്ട് എന്ന് വെളിപ്പെടുത്തുമ്പോഴും യഹൂദരും രക്ഷ പ്രാപിക്കേണ്ടിയിരിക്കുന്നു എന്ന് വെളിപ്പെടുത്തുക. കാരണം രക്ഷ എല്ലാവർക്കും ഉള്ളതാണ്, എല്ലാവർക്കുമുള്ള രക്ഷ. അപ്പം കർത്താവിൻ്റെ രക്ഷയുടെ സാർവത്രികതയാണ്. ദൈവം ഓരോ മനുഷ്യനെയും സ്നേഹിക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹം ആരിലും ഒന്നിലും ഒതുക്കാൻ പറ്റുന്നില്ല. ജാതിയുടെയോ വർഗത്തിൻ്റെയോ മതത്തിൻ്റെയോ പേരിൽ നമുക്ക് ദൈവത്തെയോ ദൈവസ്നേഹത്തെയോ ഒതുക്കാനാവില്ല. മനുഷ്യനും വരയ്ക്കുന്ന അതിർവരമ്പുകൾക്ക് അപ്പുറമാണ് പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ സ്നേഹം. ആ ദൈവത്തിൻ്റെ വലിയ സ്നേഹം അത് നിരന്തരം ബോധ്യപ്പെടണം ഒരു ക്രിസ്തു ശിഷ്യൻ. ആരെയും അകറ്റി നിർത്തുവല്ല വേണ്ടത്. വിജാതിയെയും ഉൾക്കൊള്ളുന്ന സഭ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അപ്പോസ്തല പ്രവർത്തനങ്ങൾ നോക്കിക്കഴിയുമ്പോഴുണ്ടല്ലോ പൗലോസ് അപ്പോസ്തലനൊക്കെ ആദ്യം സിനഗോഗിൽ പോയാൽ പ്രസംഗിക്കുന്നത്. പക്ഷേ ആ യഹൂദർ അവരെ നിരാകരിക്കുമ്പോഴാണ് വിജാതിയുടെ അടുത്തേക്ക് അവർ പോകുന്നത്. ആ സമയത്ത് വിജാതിയർ കർത്താവിൻ്റെ സുവിശേഷം വളരെ വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുക. അവർ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുക. അങ്ങനെ കടന്നു വരുമ്പോഴും തൻ്റെ ജനത്തെ മറക്കാതെ ആ ജനവും എൻ്റെ ജനവും രക്ഷ പ്രാപിക്കണം എന്നുള്ള തീവ്രമായ അഭിലാഷം വെളിപ്പെടുത്തുക. കർത്താവ് പറയുന്നൊരു വചനമുണ്ട്, എന്താണെന്നറിയാവോ? ദൈവത്തിൻ്റെ കരുണയോ ദൈവത്തിൻ്റെ വിളിയോ ഒരിക്കലും ഇല്ലാതാകത്തില്ല. എന്നും മനുഷ്യൻ്റെ ഏതവസ്ഥയും അതിലംഘിക്കുന്ന രീതിയിലാണ് പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ സ്നേഹം. ഏവരും രക്ഷ പ്രാപിക്കണമെന്നുള്ള ദൈവത്തിൻ്റെ ആഗ്രഹം, അതാണ് രണ്ടാമത്തെ വായന വെളിപ്പെടുത്തുക. ഇന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ ദിവ്യകുർബാനയിൽ പങ്കെടുക്കുമ്പോൾ
നമ്മുടെ മനോഭാവത്തിലും നമ്മുടെ ചിന്താഗതിയിലും നമ്മുടെ പെരുമാറ്റങ്ങളിലും നമ്മുടെ ബന്ധങ്ങളിലും നമ്മുടെ പ്രവർത്തനങ്ങളിലുമെല്ലാം കർത്താവിൻ്റെ ആ മനോഭാവം എപ്പോഴും പുലർത്താനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. ഞങ്ങൾക്കേ രക്ഷയുള്ളൂ എന്നുള്ള രീതിയിൽ കർത്താവ് പറയുന്ന ഞാൻ യഹൂദർക്ക് വേണ്ടി മാത്രം വന്നതാ എന്ന് പറയുമ്പോൾ രൂപത്തിൽ അത് തിരുത്തപ്പെടുക അത് കഴിഞ്ഞുള്ള പ്രവൃത്തിയിലൂടെ. രക്ഷ എല്ലാവർക്കും വേണ്ടിയാണ്. അപ്പോൾ ആ രീതിയിൽ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും രക്ഷയുണ്ട് എന്ന ബോധ്യത്തോടെ, ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു എന്ന ബോധ്യത്തോടെ, എല്ലാവർക്കും വേണ്ടിയാണ് കർത്താവ് കാൽവരി കുരിശിൽ മരിച്ച് ബലിയർപ്പിച്ച് പാപമോചനം പ്രാപിച്ചത്, സാധിച്ചത് എന്ന കാര്യം പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. ആ പൗലോസ് അപ്പോസ്തലൻ അതാണ് നമ്മളെ ഓർമ്മപ്പെടുത്തുക. നമുക്കുണ്ടല്ലോ തീവ്രമായ മനുഷ്യ സ്നേഹം വേണം. ഞാൻ മാത്രം രക്ഷപ്പെട്ടാൽ പോരാ, എൻ്റെ ജനം മാത്രം രക്ഷപ്പെട്ടാൽ പോരാ, എൻ്റെ വർഗം മാത്രം രക്ഷപ്പെട്ടാൽ പോരാ, എൻ്റെ മതത്തിലുള്ളവർ മാത്രം രക്ഷപ്പെട്ടാൽ പോരാ, എല്ലാവരും രക്ഷ പ്രാപിക്കണമെന്ന രീതിയിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ പ്രിയപ്പെട്ടവരെ വരമ്പുകളെ വിശാലമാക്കാൻ നമുക്കൊക്കെ സാധിക്കണം. നിനക്ക് രക്ഷയില്ല എന്ന് പറയാനല്ല കർത്താവ് നമ്മളെ ലോകാതിഥ്യോളം അയച്ചത്, നിനക്കും രക്ഷയുണ്ട് എന്ന് ഓരോരുത്തരോടും പറയാനാണ്. മനുഷ്യരോട് മാത്രമല്ല, ഓരോ സൃഷ്ടിയോടും പറയാനാണ് പ്രിയപ്പെട്ടവരെ കർത്താവ് നമ്മളെ അയച്ചിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷത്തിൽ സർവ്വസൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക എന്ന് പറയുമ്പോൾ, മർക്കോസിൻ്റെ സുവിശേഷത്തിലോ സർവ്വ സൃഷ്ടിജാലങ്ങളോടും സുവിശേഷം പ്രഘോഷിക്കുക എന്ന് പറയുക. അങ്ങനെ പ്രിയപ്പെട്ടവരെ ക്രിസ്തു ശിഷ്യരെന്ന രീതിയിൽ ദൈവത്തിൻ്റെ സ്നേഹത്തെ നമുക്ക് അനുഭവിക്കാം, യേശു സാധിച്ച രക്ഷ നമുക്ക് അനുഭവിക്കാം, പരിശുദ്ധാത്മാവിനാൽ നമുക്ക് നിരന്തരം നിറയപ്പെടാം. അതോടൊപ്പം എന്നെ മാത്രമല്ല ഓരോരുത്തരെയും കർത്താവ് പ്രത്യേകമായി സ്നേഹിക്കുന്നു. അതിരുകളില്ലാതെ കർത്താവ് സ്നേഹിക്കുന്നു എന്ന് നമുക്ക് നിരന്തരം ബോധ്യപ്പെടാനും ആ സ്നേഹം ഏവർക്കും പകർന്നു കൊടുക്കുവാനും നമുക്ക് തയ്യാറാകാം. നമ്മുടെ വിശ്വാസത്തിൽ പതറിപ്പോകണ്ട. നമ്മുടെ പ്രാർത്ഥനയിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ സംശയിച്ച് നിൽക്കേണ്ട. ചിലപ്പോൾ കർത്താവ് ഒരു ഉത്തരവും തന്നില്ല എന്ന് വരാം. ചിലപ്പോൾ കർത്താവ് നമ്മെ നിരാകരിക്കുന്ന പോലെ നമുക്ക് തോന്നാം. കർത്താവ് ചിലപ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മളെ ഒരു ഉത്തരം കൊച്ചാക്കുന്ന പോലെ നമുക്ക് തോന്നാം. എന്നാലും അതിനേക്കാളൊക്കെ അതീതമാണ് കർത്താവിന് നമ്മളോടുള്ള കരുണ, സ്നേഹം എന്ന് ബോധപ്പെട്ടുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയിൽ ഉറച്ചു നിൽക്കാം. പതറാതെ ഉറച്ചു നിൽക്കുമ്പോൾ ആ പ്രാർത്ഥന തീർച്ചയായും ഫലിക്കും പ്രിയപ്പെട്ടവരെ എന്ന് ഇന്നത്തെ സുവിശേഷം നമ്മളെ ഓർമ്മപ്പെടുത്തുക. ഈ ദിവ്യകുർബാനയിലൂടെ നമ്മൾ അനുഭവിക്കുന്ന സ്നേഹം ഏവർക്കും പകരാം. നമ്മൾ ശ്രവിക്കുന്ന ദൈവവചനം ഏവർക്കും നമുക്ക് പകർന്നു കൊടുക്കാൻ നമുക്ക് പ്രഘോഷിക്കാം. ഈ ദിവ്യകുർബാനയിലൂടെ നാം അനുഭവിക്കുന്ന ദൈവത്തിൻ്റെ ആ പ്രത്യേകമായിട്ടുള്ള ആ സ്നേഹ പൂജ്യം, ആ ദിവ്യ കാരുണ്യം പ്രിയപ്പെട്ടവരെ ഏവരുമായി നമുക്ക് പങ്കുവയ്ക്കാം. അങ്ങനെ കർത്താവിൻ്റെ ഉപകരണങ്ങളായി, കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെയും രക്ഷയുടെയും കൃപയുടെയും അനുഗ്രഹത്തിൻ്റെയും പ്രിയപ്പെട്ടവരെ ഉപകരണങ്ങളായി നമുക്ക് വർത്തിക്കാം. അങ്ങനെ മുന്നേറുവാനുള്ള കൃപ ദൈവം നമുക്കെല്ലാം ഏകുമാറാകട്ടെ. ആമേൻ.